ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്ളോഗ് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മളാണെങ്കിൽ ഓണത്തിൻ്റെ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് വെറുതെ വീട്ടിലിരിക്കുമല്ലേ എന്നോർത്ത് നമുക്ക് ആലപ്പുഴ പോകാമെന്ന് പ്ലാൻ ചെയ്ത് നമ്മളെല്ലാവരും ആലപ്പുഴയിൽ പോവാണ്. ഞാനും ചേച്ചിയും കുഞ്ഞും ചേട്ടനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു 10:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ 10:30 ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ കുട്ടനാട്ടിൽ ചെല്ലുന്നത് ഒരു 12 മണിയൊക്കെ ആയി. അത്രയ്ക്ക് ലോങ് ആയിരുന്നു. പക്ഷേ നമ്മൾ ആലപ്പുഴ ജില്ലയാണെങ്കിലും ആലപ്പുഴയിലോട്ട് പോകാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ആലപ്പുഴ എത്തുന്ന വരെ എന്തോ പോലായിരുന്നു. കാരണം എന്താ എത്താത്ത ഇടയ്ക്ക് ഞങ്ങൾക്കൊന്ന് വഴി തെറ്റി. കാരണം ചമ്പക്കുളവും ആ സ്ഥലം തപ്പിപ്പോയിട്ട് വേറൊരു സ്ഥലത്താണ് ഞങ്ങൾ ചെന്നത്. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി അവിടെ എത്തി. അങ്ങനെ ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഒന്നുമല്ല, ഇനി കുറേ ഇരുന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് ഫൈനലി എത്തി കണ്ടുപിടിച്ചു. അതിന് മുമ്പ് നമ്മളൊരു കടയിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇത് കടയിൽ നിന്ന് കഴിഞ്ഞ് വാമി അങ്ങ് മൂടൊക്കെ മാറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. ആദ്യം എന്നോട് ബാക്കിൽ കാറിലിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് എൻ്റെ അടുത്തിരിക്കണ്ട, അവളുടെ അമ്മയുടെ അടുത്തിരിക്കണം, അങ്ങനെയൊക്കെയായി. പിന്നെ അവളെ ഫ്രണ്ടിലിരുത്തി. അത് കഴിഞ്ഞ് ചേട്ടന് വെള്ളമൊക്കെ വാങ്ങണമായിരുന്നു. സോ നമ്മളവിടെ നിന്നിട്ട് വെള്ളമൊക്കെ വാങ്ങി. അങ്ങനെ വാമിക്ക് മിഠായിയൊക്കെ വാങ്ങി. പിന്നെ മിഠായി വാങ്ങാനൊക്കെ പോയി. പിന്നെ ആ കടക്കാരൻ വഴിയൊക്കെ പറഞ്ഞു തന്ന്. അങ്ങനെ നമ്മൾ ശരിയായി. നമ്മൾ പിന്നെയും വണ്ടി കയറാമെന്നൊക്കെ വിചാരിച്ച് വണ്ടി കയറി. അപ്പോൾ ഒരു സ്ലൈസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, സ്ലൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ലൈസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് സ്ഥലമെത്തിയപ്പം വാമിയുടെ മൂടൊക്കെ ഓക്കെ ആയി. വാമി പ്രതീക്ഷിക്കാത്ത സ്ഥലമായിരുന്നെന്ന് തോന്നുന്നു. എന്തോ വാമിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ കല്ലുവിന് മെയിനായിട്ട് ഫോട്ടോ എടുക്കണമായിരുന്നു. സോ അവൾക്ക് ഫോട്ടോ ഒക്കെ കിട്ടി. നല്ല സ്ഥലമായിരുന്നു, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രമല്ല, കുറേ ആൾക്കാരുണ്ടായിരുന്നു. മലപ്പുറത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഒരു വള്ളംകളി നടക്കുന്നുണ്ട്. വള്ളംകളി ചെറുതായിട്ടേ ഉള്ളൂ. രണ്ട് വള്ളത്തിന് വരുന്ന രീതിയിലുള്ള വള്ളംകളി ഒരു ചെറിയൊരു സ്ഥലത്ത്. അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ച് അവിടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വാമിയുടെ കൂടെ നിന്ന് കുറച്ച് നേരമൊക്കെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വാമി അവിടെ കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ വള്ളംകളി നടക്കുന്നിടത്തോട്ട് പോയി. അത് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ അങ്ങനെ നമ്മൾ നിന്നില്ല. കാരണം ആ വള്ളംകളി നടക്കുന്നിടത്താണെങ്കിൽ ചെറിയൊരു വള്ളംകളിയായിരുന്നു. അവർ തുടങ്ങാറൊന്നും അല്ല, 2 മണിക്കേ തുടങ്ങത്തുള്ളായിരുന്നു. കാരണം നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിന് മുമ്പ് ഒരു 1:30-1:45 ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തണം. കാരണം അമ്മയൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. തിരുവോണമല്ലേ, അപ്പോൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് കഴിക്കണം. അപ്പോൾ ഒരു ധൃതി വെച്ചാണ് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് ഒരു സ്ഥലത്തൂടെ പോകാനുണ്ട്. ഒരു സ്ഥലം കൂടെ നല്ലതാണെന്ന് പറയുന്നത് കേട്ട് അങ്ങനെ നമ്മൾ ആ സ്ഥലത്തൂടെ പോകാൻ വേണ്ടി, ആ കുട്ടനാട്ടിൽ തന്നെയുള്ള വേറൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോകുമ്പം കുറച്ചുകൂടെ നല്ല ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് ആൾക്കാർ പറഞ്ഞു. അവിടെ നിന്നവർ തന്നെ പറഞ്ഞാണ് ആ സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ നിന്നപ്പോൾ നല്ല ഉണ്ടായിരുന്നു. നമ്മളങ്ങോട്ട് വന്നു, കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു ഹൗസ് ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം വാമിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വാമിയെ കൈ മുറുക്കെ പിടിച്ചിരിക്കും. കാരണം അവിടെ നല്ല ആഴമാണ്. അവിടെ ഇരിക്കുന്നവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാമിക്ക് പോകണം എന്നുള്ള ധൃതിയായിരുന്നു. ഞാൻ 2 കൈ മുറുക്കെ പിടിച്ചിട്ട് അവളവിടെ കിടന്ന് കാറ് വന്ന്. പിന്നെ അവളുടെ അമ്മ വന്നപ്പോൾ അവൾ ഓട്ടമായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടനെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വാമീനെയും കൊണ്ട് തിരിച്ചു പോകാൻ പ്ലാനിട്ടു. കാരണം സമയം കുറേ ആയി. ഒരു 1:30-1:45 വീട്ടിൽ ചെല്ലണം. 2 മണിക്ക് മുന്നേ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കണം. കാരണം അമ്മ ഫുഡ് ഉണ്ടാക്കിയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയിൽ കയറി. അങ്ങനെ വണ്ടി ഇരുന്നപ്പോൾ എന്തോ ഭയങ്കര ബോറായി പിന്നെയും. കാരണം കുറേ ദൂരമുണ്ട്, മടുപ്പായി. ഇത്രയും ലോങ് ഇരിക്കാൻ വേണ്ടി വയ്യ. ചൂടും വാമിയുടെ മൂടൊക്കെ മാറി. വാമി ബഹളമൊക്കെ തുടങ്ങി. വിശക്കുന്ന്. വാമിയുടെ ബിന്ദുമ്മയൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് വാമി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇടയ്ക്ക്. അത് കഴിഞ്ഞ് നമ്മളങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് വാമി കരഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് പഴം വാങ്ങണമായിരുന്നു. ഇപ്പോൾ പഴം വാങ്ങി വാമിക്ക് കൊടുക്കാം. വെള്ളം ജ്യൂസ് ഇതൊന്നും കൊടുത്തിട്ട് വേണ്ട, പാലൊക്കെ കൊടുത്തിട്ട് വേണ്ടായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയും ആലപ്പുഴയിൽ നിന്ന് പെട്ടെന്ന് തിരുവല്ല അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. കാരണം സമയമില്ലായിരുന്നു, ഒരുപാട് നേരം വൈകി. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കണം, അങ്ങനെ ഒരു ഇതായി. അതിൻ്റെ ഇടയ്ക്കാണ് വാമി കരയുന്നത്. പിന്നെ നമ്മളൊരു കടയിലൊക്കെ നിർത്തി പഴമൊക്കെ വാങ്ങി. വാമി പഴം കഴിക്കും. അത് കഴിച്ചപ്പോൾ വാമി ഓക്കെ ആയി. എന്നാലും കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയുള്ളൊരിതിലായി. പെട്ടെന്ന് വീടെത്തണമെന്നായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ ചെന്ന് സദ്യ കഴിക്കാമല്ലോ, ഓണമല്ലേ, അങ്ങനത്തെ ഒരു മൂടി ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. സദ്യ നല്ല സദ്യയായിരുന്നു. കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു. സദ്യയുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.